നിങ്ങൾക്ക് കിട്ടിയ വിധിയെക്കുറിച്ചാണ് നിങ്ങൾ പരാമർശിക്കേണ്ടത്. നിങ്ങളുടെയൊക്കെ മട്ട് കണ്ട എന്റെ മാത്രം കാര്യമാണെന്ന് തോന്നുന്നു. ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇതിനെ വിമർശിക്കുന്നുണ്ട്. അറിയില്ല എന്നാ അറിയണം. ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ നിലപാട് തന്നെ എന്നെ കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ്. നമ്മുടെ നാട്ടിൽ ഒന്നിലധികം, രണ്ടോ അതിലധികമോ, കറക്റ്റ് കണക്ക് എനിക്കറിയില്ല, ബലാത്സംഗ കേസുകളിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളാണ് വേടൻ. ഈ വേടൻ ഇത്തവണ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചലച്ചിത്ര പുരസ്കാരം കൊടുത്തു. അതിന്റെ അന്തിമ ജൂറിയിലെ അംഗമാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി. സെലക്റ്റീവായിട്ട് നമുക്ക് ദിലീപിനെതിരെ മാത്രം എടുക്കാമോ? വേടനെതിരെ വരുന്ന സമയത്ത് നമുക്ക് പ്രശ്നമല്ലേ? ഭാഗ്യലക്ഷ്മി ചേച്ചി ഏതെങ്കിലും ഘട്ടത്തിൽ രാജി മുഴക്കിയതായിട്ടോ രാജ്യഭീഷണി മുഴക്കിയതായിട്ടോ രാജിവെച്ചതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. ഇതിൽ നല്ലത് ഉടളയ്ക്കാൻ വിഴുങ്ങി ചത്തൂടെ പരിഗണിക്കുകയും അത് മുഖവിലേക്ക് എടുക്കാതിരിക്കും. അല്ല, ഒരൊറ്റ വരിയിൽ പറഞ്ഞിട്ട് അല്ലെങ്കിൽ എനിക്ക് ഇതിന്റെ ഇത് വിട്ടുപോകും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതായത് വേടന്റെ കേസ് എന്ന് പറയുന്നത് കോടതി തന്നെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഉഭയസമ്മത പ്രകാരം എന്ന് പറഞ്ഞ് കോടതി തന്നെ ഇതല്ല, ഇതൊരു ഇവൻ നല്ല ചെറുക്കനാ. വെറുതെ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കല്ലേ. അപ്പൊ ദിലീപിനെ കോടതി വെറുതെ വിട്ട് കഴിഞ്ഞിട്ടും അല്ലേ ഭാഗ്യലക്ഷ്മി ചേച്ചി പറയുന്നത്? ചില കോടതി വിധികൾ സംശയം പ്രകടിപ്പിക്കുന്നത് വേടന്റെ കേസിൽ കോടതിയുടെ ചോദ്യം ചെയ്യലിനെ ഭാഗ്യലക്ഷ്മി ചേച്ചി എടുക്കും. എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. കുത്തിയെന്നുണ്ടല്ലോ. റേപ്പ് കേസിൽ അക്യൂസ്ഡ് ആയിരിക്കുന്ന ആളിനെ അവാർഡ് കൊടുത്തിട്ട് ഇരട്ടത്താപ്പാട് ഭാഗ്യലക്ഷ്മി ചേച്ചി. എങ്ങനെ